പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് മുതിരാതെ എന്തെങ്കിലുമൊക്കെ പരിഹാര നിർദ്ദേശങ്ങളിൽ പ്രശ്നങ്ങൾ കാണുന്ന ബ്യൂറോക്രാറ്റിക് മനോഭാവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി വിട്ട ക്യാബിനറ്റ് ആകട്ടെ സെക്രട്ടറിമാരാകട്ടെ ഇവരെല്ലാം ഇതേപോലെ ശ്രമിച്ചിട്ടുള്ളത്. ആക്രമണം ആര് തുടങ്ങി എന്നതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇറ്റ് വാസ് എൻ ആക്ഷൻ ഓർ എ റിയാക്ഷൻ. തീർച്ചയായിട്ടും ആക്ഷൻ ഉണ്ടായത് ഗവൺമെൻറ് പക്ഷത്തു തന്നെയാണ്. അത് കൃത്യമായ രീതിയിലുണ്ട്. അനേകർ പരിക്ക് പറ്റി ഈ സമരക്കാരൻ്റെ കൂടെയുണ്ട്. അവരാരും പുറത്തു പറയാത്തതിൻ്റെ കാര്യം അധികാരമുള്ളത് കൊണ്ട് ജാമ്യമില്ലാത്ത രീതിയിൽ അവരെ എടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, കേസിൽപ്പെടുത്തും. അത് ഭയന്നിട്ടാണ് അവർ വരാത്തത്. ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് കേന്ദ്രസേന വരുന്നു, അത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മർദ്ദതന്ത്രത്തിൽ അത് ഈ കടലിനോട് മല്ലിട്ട് ശീലിച്ചവരോട് അങ്ങനെ ഭയപ്പെടുത്താനായിട്ട് സാധിക്കില്ല. പ്രശ്നത്തിൽ നിലപാട് മാറ്റുന്നു എന്ന് പറഞ്ഞ സൂസെപാക്യം പിതാവിൻ്റെ സംഭാഷണം ധാരാളമായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. സൂസെപാക്യം പിതാവ് പറഞ്ഞതിൽ ഈ വികസനത്തിനെതിരെ പറയുകയോ ഇനി വേണ്ട വിഴിഞ്ഞം പദ്ധതി വേണ്ട എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹം പറഞ്ഞ നിലപാടൊന്നും അദ്ദേഹം ശാസ്ത്രജ്ഞനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ബെർണാഡ് പെരേര ബിഷപ്പിൻ്റെ പിൻഗാമിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വികസനത്തിന് എതിരായിട്ട് അന്നത്തെ ഭരണാധികാരികളും കളക്ടറും എല്ലാവരും നിന്നപ്പോഴും വിഴിഞ്ഞത്ത് തുമ്പയിലെ പള്ളിയും എല്ലാം മാറ്റിക്കൊടുത്ത് അങ്ങനെയാണ് ISR അവിടെ വരുന്നത്. ഇതുപോലെ തന്നെ എണ്ണി പറയാനാണെന്നുണ്ടെങ്കിൽ വളരെയധികം കാര്യങ്ങൾ വേറെയും ഉണ്ട്. അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് അപ്പോൾ ആ സമയത്ത് 2015 ഇതേ അഭിപ്രായം ഇപ്പോൾ സഭ പറയുന്ന ഇതേ അഭിപ്രായമാണ് അവർ വിഴിഞ്ഞം പദ്ധതിയെ എതിർത്തും കൊണ്ട് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു നിലപാടെടുത്തത്. അവർ ഇവിടെ ഭരണത്തിൽ വന്നപ്പോൾ നേരെ എതിരായിട്ട് ഇങ്ങോട്ട് തീർന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കൺമുമ്പിൽ നിൽക്കെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് പ്രയാസങ്ങളുണ്ട്, അത് മാറ്റിയെടുക്കാനായിട്ടുള്ള പ്രയത്നങ്ങളിലേക്ക് ക്രിയാത്മകമായി ഇടപെടുകയാണ് വേണ്ടത്. അതിന് പകരം വെറുതെ പ്രശ്നങ്ങളെ വർഗീയവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു, പോലീസിനെ ആക്രമിച്ചു, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ദേശദ്രോഹികളാണ് എല്ലാം പറഞ്ഞ് എന്നിട്ട് ഇടയ്ക്ക് വീണ് കിട്ടിയ ഒരു വാചക കഷ്ണത്തിൻ്റെ പുറത്ത് കയറി പിടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അത് ശരിയല്ല. ഞങ്ങളാരും ഇങ്ങനെ അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വിഴിഞ്ഞത്ത് പോർട്ടുണ്ടാകട്ടെ, ഇവർ പറയുന്ന ആന വലിപ്പത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ പോലും ഇത്രയധികം കാര്യങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതങ്ങ് നീങ്ങട്ടെ. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും സിമൻറ്റ് തറയിലൊക്കെ കിടക്കുന്ന മനുഷ്യരാണ്. അവരുടെ കാര്യം കണ്ടില്ലാതെ അവർ പ്രയത്നിച്ചില്ലേ, ഒത്തുതീർപ്പിന് വന്നില്ലേ എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിന് അവിടെ ഇടപെട്ടവരെല്ലാം ചെയ്തത് എന്താണ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് മുതിരാതെ എന്തെങ്കിലുമൊക്കെ പരിഹാര നിർദ്ദേശങ്ങളിൽ പ്രശ്നങ്ങൾ കാണുന്ന ബ്യൂറോക്രാറ്റിക് മനോഭാവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി വിട്ട ക്യാബിനറ്റ് ആകട്ടെ സെക്രട്ടറിമാരാകട്ടെ ഇവരെല്ലാം ഇതേപോലെ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും സമയം വൈകിട്ടില്ല. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞു. അത് ആക്രമണം ആര് തുടങ്ങി എന്നതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇറ്റ് വാസ് എൻ ആക്ഷൻ ഓർ എ റിയാക്ഷൻ. തീർച്ചയായിട്ടും ആക്ഷൻ ഉണ്ടായത് ഗവൺമെൻറ് പക്ഷത്തു തന്നെയാണ്. അത് കൃത്യമായ രീതിയിലുണ്ട്. അനേകർ പരിക്ക് പറ്റി ഈ സമരക്കാരൻ്റെ കൂടെയുണ്ട്. അവരാരും പുറത്തു പറയാത്തതിൻ്റെ കാര്യം അധികാരമുള്ളത് കൊണ്ട് ജാമ്യമില്ലാത്ത രീതിയിൽ അവരെ എടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, കേസിൽപ്പെടുത്തും. അത് ഭയന്നിട്ടാണ് അവർ വരാത്തത്. ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് കേന്ദ്രസേന വരുന്നു, അത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മർദ്ദതന്ത്രത്തിൽ അത് ഈ കടലിനോട് മല്ലിട്ട് ശീലിച്ചവരോട് അങ്ങനെ ഭയപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ക്രിയാത്മകമായി ഇടപെടണം. ആരും ഇത് വിശ്വസിക്കുന്നൊന്നുമില്ല അവിടുത്തെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്ന്. വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല വാഗ്ദാനങ്ങളാണ്. അത് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ആരോടും ചോദിക്കാതെ തന്നെ നടപ്പാക്കാമല്ലോ, തുടങ്ങാമല്ലോ. അന്നേരം അതിനൊന്നും തുനിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ രീതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരുന്നെങ്കിൽ പ്രശ്നം
പണ്ട് തന്നെ തീരുമായിരുന്നു. അദ്ദേഹം മറ്റു പല പ്രശ്നങ്ങളിൽ വ്യാപൃതനായിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടോ ചെയ്തതാണ്. ഇനിയും സമയം വൈകിയിട്ടില്ല. ഇപ്പോൾ സന്തോഷകരമായ ഒരു കാര്യം, ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട് എന്നറിയുന്നു. അത് നന്നായിട്ട് തീരട്ടെ എന്ന്. ചൊവ്വാഴ്ച വരെ നമുക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് ബുധനാഴ്ച പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കാര്യമുള്ളത് 2019 തന്നെ ഈ ഇതിൻ്റെ പെർമിഷൻ്റെ അദാനിക്കുള്ള പെർമിഷൻ്റെ കാലാവധി തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് പുതുക്കി കൊടുക്കാനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ട് അതിന് മറുപടി ഗവൺമെൻറ് പക്ഷത്തുനിന്ന് കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവരെ തടഞ്ഞു എന്ന് പറയുന്ന ലോറികളെയും മറ്റും തടഞ്ഞു എന്ന് പറയുന്നത് അവർ അനധികൃതമായിട്ട് വന്നവരെയാണ് തടഞ്ഞത്. അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ രേഖകളൊക്കെ കാണിക്കുക. ഇതൊന്നും ചെയ്യുന്നില്ല. വെറുതെ ദേശദ്രോഹി, വർഗീയവാദി എന്നൊക്കെ പറഞ്ഞാൽ, ദേശദ്രോഹി എന്നൊക്കെ പറയുന്നതും രാജ്യദ്രോഹി എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചുപയോഗിക്കേണ്ട പദങ്ങളാണ്. നല്ല മാർക്കറ്റുണ്ട്. പക്ഷേ ഉപയോഗിക്കുന്നവരുടെ നേരെ തന്നെ ഇത് തിരിച്ചു വരുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഇത്രയും അധികം ദേശത്തെ സ്നേഹിച്ചിട്ടുള്ളവർ വേറെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവരുടെ ജീവിത രീതിയും എല്ലാം ഉണ്ടാക്കുന്ന ഞങ്ങൾ ഭിന്നാഭിപ്രായക്കാരൊന്നുമല്ല. പദ്ധതികൾ നടക്കട്ടെ, പ്രശ്നങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ സാധിക്കും. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ആ നേരത്ത് ഉടൻ തയ്യാറാകും. അത് അവരെ ഇവരെയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ചോദിച്ചിട്ട് വരാം എന്നൊക്കെ പറയുന്ന മന്ത്രിമാരും സംശയദൃഷ്ടിയോടുകൂടെ അല്ലാതെ അവരൊന്ന് കാണാനായിട്ട് സാധിക്കുന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വീണ് കിട്ടിയ ഒരു വാചക കഷ്ണത്തിൻ്റെ പേരും പറഞ്ഞാണ് ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത്. അതിനു മുമ്പ് ആ മന്ത്രി തന്നെ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്ത് പ്രകോപനങ്ങളായിരുന്നു. ഇത്രയും ജനം അവിടെ നിന്നല്ലോ എന്നത് തന്നെയാണ് നിയന്ത്രണത്തിൻ്റെ പ്രശ്നം. പക്ഷേ ഇതൊരു കലാപമാക്കാൻ ആരും ഒരു പ്ലാനും ചെയ്തിട്ടില്ല. പ്ലാൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. നമുക്ക് സ്നേഹത്തോടുകൂടെ പരസ്പര ബഹുമാനത്തോടുകൂടി സന്തോഷകരമായ രീതിയിൽ ജീവിക്കാനായിട്ടും മനുഷ്യരെ അനുവദിക്കണം. അതിന് ഇനിയും സമയമുണ്ട് ചെയ്യാനായിട്ട്. അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഗതിയും ചെയ്തിട്ടൊന്നുമില്ല. വാഗ്ദാനങ്ങൾ ഇങ്ങനെ പെരുമഴ പോലുണ്ട്. അപ്പോൾ അത് വേണ്ട. ഇപ്പോഴും ഇടപെടാം. മുഖ്യമന്ത്രിക്ക് സാധിക്കും. ആ ഇച്ഛാശക്തി കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഇന്നോ നാളെയോ തീരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.